ഇപ്പോൾ അഭിഭാഷകൻ വിനോദ് മാത്യു വിൽസൺ കൂടി ടെലിഫോൺ ലൈൻ ചേരുകയാണ്. നമസ്കാരം ശ്രീ വിനോദ് മാത്യു വിൽസൺ. ഈ MLA ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്, തെളിവ് ശേഖരണം ലഭിക്കേണ്ടതുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴും ഇതിൽ ഈ ആദ്യത്തെയും രണ്ടാമത്തെയും കേസുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ മൂന്നാമത്തെ കേസിലേക്ക് വരുമ്പോൾ ഈ യുവതി തന്നെ ചില തെളിവുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതൊക്കെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ശക്തി നൽകുന്നതാണോ അല്ലെങ്കിൽ ബലപ്പെടുത്തുന്നതാണോ? മറ്റന്നാൾ കോടതിയിലേക്ക് എത്തുമ്പോൾ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ ഇതൊക്കെ കോടതിയുടെ പരിഗണനയിൽ വരുന്ന വിഷയമാകും. അപ്പോൾ കോടതി എത്രത്തോളം ഇതിൽ ജാമ്യം നൽകാനുള്ളൊരു സാധ്യതയുണ്ട്? ഇതൊരു സീരിയസ് ഗ്രേവ് ഒഫൻസ് ആയിട്ടാണല്ലോ കോടതി കേസെടുത്തിരിക്കുന്നത്, അല്ല പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഒഫൻസ് അങ്ങനെയാണല്ലോ, റേപ്പ് ആണല്ലോ. ഇപ്പൊ റേപ്പ് കേസിന് ഒരു മജിസ്ട്രേറ്റ് കോടതി ജാമ്യം കൊടുക്കില്ല, അതൊരു സെഷൻസ് ഒഫൻസ് ആണ്. സ്വാഭാവികമായിട്ടും 3 വർഷത്തിൽ താഴെ ശിക്ഷ കിട്ടുന്ന ഒഫൻസുകൾ മാത്രമാണ് മജിസ്ട്രേറ്റ് ഒഫൻസുകളായിട്ട് അത് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ഈ കേസിൽ ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ല. മജിസ്ട്രേറ്റുമാർ ജാമ്യം കൊടുക്കത്തില്ല. മാത്രമല്ല മേൽക്കോടതി ജഡ്ജിമാർ, ഹൈക്കോടതിയിലും സെഷൻസ് കോടതിയിലും ഇരിക്കുന്ന ജഡ്ജിമാർ കൃത്യമായ ഡയറക്ഷൻ അവർ കൊടുത്തിട്ടുണ്ടാവും. ബെയിൽ അവിടെ കൊടുക്കേണ്ടതില്ല, അതൊരു ഗ്രേവ് ഒഫൻസ് ആണ്. അങ്ങനെയാണ് അതിന്റെ ഒരു രീതി. ഇപ്പൊ നമ്മൾ റേപ്പ് കേസ്, മർഡർ കേസ്, ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ എല്ലാ കേസിലും നമ്മളെ പ്രാഥമികമായി ഹാജരാക്കുന്നത് അതിന്റെ പ്രാഥമിക യൂണിറ്റായ മജിസ്ട്രേറ്റ് കോടതിയിലാണ്. അവിടെയാണ് റിമാൻഡ് തുടങ്ങിയ പ്രൊസീജിയർ നടക്കുക. അവിടെ നിന്നാണ് ഇത് കമ്മിറ്റ് ചെയ്ത് സെഷൻസ് ഒഫൻസ് ആണെങ്കിൽ അങ്ങോട്ടും മാറ്റുന്നത്. മജിസ്ട്രേറ്റ് ഒഫൻസ് ആണെങ്കിൽ അതേ മജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണ നടക്കും. സെഷൻസ് ഒഫൻസ് 3 വർഷത്തിന് മുകളിൽ ശിക്ഷ കിട്ടുന്ന കേസ് ആണെങ്കിൽ അത് കമ്മിറ്റൽ പ്രൊസീഡിങ്സ് എന്ന് പറയും. അതായത് ഈ കേസ് കേൾക്കാനുള്ള ശേഷി എനിക്കില്ലാത്തതുകൊണ്ട് ഇത് കുറച്ചുകൂടെ ഹയർ കോടതിയിലേക്ക് മാറ്റും എന്ന് പറഞ്ഞാൽ കമ്മിറ്റ് ചെയ്ത് ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ഫോർവേഡ് ചെയ്ത് മറ്റൊരു കോടതിയിലേക്ക് മാറ്റും. ഇതാണ് കമ്മിറ്റൽ പ്രൊസീഡിങ്സ് എന്ന് പറയുക. അപ്പോൾ സെഷൻസ് ഒഫൻസ് ആണ്. അപ്പൊ സെഷൻസ് ഒഫൻസിലെ ഒരു കേസിൽ സെഷൻസ് കോടതി, ജില്ലാ കോടതിയാണ് ജാമ്യം കൊടുക്കേണ്ടത്, അല്ല ഹൈക്കോടതിയാണ്. അവിടെ മജിസ്ട്രേറ്റ് ജാമ്യം കൊടുക്കില്ല. പിന്നെ അത്രയും മെറിറ്റോറിയസ് ആയ കേസുകളിൽ ജാമ്യം മജിസ്ട്രേറ്റുമാർ ധൈര്യപൂർവ്വം കൊടുക്കാറുണ്ട്. ഇവിടെ ആ ധൈര്യം അവർക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം പൊതുസമൂഹവും മീഡിയാസും ഒക്കെ ഈ കേസ് വളരെ എന്താ പറയാ വലിയ ആകാംക്ഷയോടെ കാണുന്ന ഒരു കേസിൽ ജാമ്യം കൊടുത്താൽ സ്വാഭാവികമായും ഇതേ ഇവിടുത്തെ മാധ്യമങ്ങളും അതുപോലെ തന്നെ എഴുത്തുകാരും ഒക്കെ കോടതിയുടെ ഒരു ഇന്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുകയും അനാവശ്യമായ ഒരു സ്ഥലത്തേക്ക് വലിച്ചഴക്കുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ മാധ്യമങ്ങളെയും പൊതുസമൂഹത്തെയും പേടിച്ചും ഭയന്നും ജാമ്യം കൊടുക്കാവുന്ന കേസുകളിൽ പോലും ജാമ്യം കൊടുക്കാതെ മജിസ്ട്രേറ്റുമാർ നമ്മുടെ നാട്ടിലുണ്ട്. അതൊരു നല്ല രീതിയല്ല, നല്ല പ്രവണതയല്ല എന്ന് ഞാൻ പറയാനാകും. കാരണം അത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെ തകർക്കുന്ന കാര്യമാണ്. പക്ഷെ എന്ത് ചെയ്യാം, നമ്മുടെ നാട് ഇപ്പൊ അങ്ങനെയാണ്. അതുകൊണ്ട് ഈ കേസിൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം കിട്ടാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അതുകൊണ്ട് സെഷൻസ് കോടതിയിലേക്ക് അവർ പോകും, അവിടെ നിന്ന് ജാമ്യം കിട്ടും, അല്ലെങ്കിൽ ഹൈക്കോടതി ജാമ്യം കിട്ടും. ജാമ്യം കിട്ടാതിരിക്കാൻ സാധ്യതയൊന്നുമില്ല. പിന്നെ ഇതിന്റെ മെറിറ്റ്, അങ്ങ് ചോദിച്ച കാര്യം, മെറിറ്റ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഒരു ബെയിൽ ആപ്ലിക്കേഷനിൽ കോടതികൾ കൺസിഡർ ചെയ്യാറില്ല. കാരണം മെറിറ്റ് എന്ന് പറയുന്നത് വിചാരണ ഘട്ടത്തിൽ ഇത് മെറിറ്റ് ആണോ ഡീമെറിറ്റ് ആണോ എന്നാണ് കൺസിഡർ ചെയ്യുക. പ്രാഥമികമായ കേസുണ്ടോ എന്ന് മാത്രമേ ജാമ്യം കൊടുക്കുന്ന വേളയിൽ പ്രൈമാ ഫെസി ഇതിലൊരു കേസുണ്ടോ എന്ന് മാത്രമേ നോക്കാറുള്ളൂ. പ്രൈമാ ഫെസി ഇതിലൊരു കേസ് ഉണ്ടല്ലോ, നമുക്കറിയാം. പ്രാഥമികമായി നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയെ എടുത്ത് കാശ് വാങ്ങുന്നു, അവരെ പിന്നെ ഇത് സമാനമായ രീതിയിൽ പ്രവീൺ അവരോട് സംസാരിക്കുന്നു. ആ പ്രാഥമികമായ ഒരു കേസിൽ ഒരു പെൺകുട്ടിയുടെ മൊഴിയും അതിന്റെ കാര്യങ്ങളുണ്ട് സ്ഥിതിക്ക് പ്രാഥമികമായ കാര്യങ്ങൾ നോക്കി കോടതികൾ കുറച്ച് നാളത്തേക്ക് ജാമ്യം കൊടുക്കാറില്ല. അത് കഴിയുമ്പോൾ അതിന്റെ ഒരു പീരീഡ് കഴിയുമ്പോൾ ജാമ്യം കൊടുത്ത് പുറത്തു വരികയും ചെയ്യും. വിചാരണ ഘട്ടത്തിലാണ് ഈ കേസ് ബലാത്സംഗമാണോ ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ളതാണോ എന്നൊക്കെ തെളിയിക്കുന്നത്. അവിടെ ഇത് അവരുടെ പ്രതിഭാഗം വക്കീല് കാര്യങ്ങൾ അവതരിപ്പിക്കും. പല കോടതി വിധികളുണ്ട്. ഇതിനകത്തൊരു കാര്യം എനിക്ക് തോന്നുന്നു പല മാധ്യമങ്ങളും ചർച്ച ചെയ്യാതെ പോയിട്ടുള്ളൊരു കാര്യം, ഇതിനകത്തൊരു റേപ്പ് അല്ലെങ്കിൽ ഒരു ബലാത്സംഗം അല്ലെങ്കിൽ ഒരാളുടെ ഒരു ക്രൈം എന്നതിന്റെ അപ്പുറത്തേക്ക് ഇതിനകത്തൊരു മറ്റൊരു മാനസിക തലം കൂടെയുണ്ട്. അതെനിക്ക് തോന്നുന്നു എത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഞാനതിൽ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇപ്പൊ നമ്മുടെ നാട്ടില് ഇത്തരം ബന്ധങ്ങൾ അല്ലെ എക്സ്ട്രാ മാരിറ്റൽ അഫെയറുകളൊക്കെ ഒരുപാടുണ്ട്. അതില്ലാതൊന്നും പറയാൻ കഴിയില്ല, ഇഷ്ടം പോലെയുണ്ട്. നമ്മുടെ നാട്ടിൽ എല്ലാ മേഖലകളിലും നടക്കുന്നുണ്ട്, എല്ലാ ഇടങ്ങളിലും അത് വളരെ വ്യാപിക്കുന്നു എന്നൊക്കെ പഠനങ്ങൾ തന്നെ തെളിയിക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ആർക്കെങ്കിലും പറച്ചോട്ട് മുമ്പോട്ട് പോകാൻ പറ്റൂ. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കും, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഇവിടുത്തെ ഈ പ്രശ്നം അദ്ദേഹം ഈ ക്രൈം ചെയ്ത രീതിയാണ് ഞാൻ കാണുന്നത്. ഇതൊരു അദ്ദേഹത്തെ ഇങ്ങനെ കെട്ടി എഴുന്നള്ളിച്ച് അദ്ദേഹത്തെ ചീത്ത വിളിച്ച് അദ്ദേഹത്തിന് പൊതിച്ചോറ് കൊടുക്കാതെ ആക്ഷേപിച്ച് കൊണ്ടുവന്നതിനപ്പുറത്തേക്ക് ഇതിനകത്ത് ശാസ്ത്രീയമായ എന്തെങ്കിലും ഒരു ചർച്ച നടക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം ക്രൈമുകൾ നടക്കുമ്പോൾ നോക്കൂ, ഇതിലെന്താണ് സാധാരണ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലേക്ക് ഒരാൾ പോകുമ്പോൾ അവരത് വളരെ രഹസ്യമായി മറ്റാരും അറിയാത്ത രീതിയിൽ കോംപ്ലിക്കേഷൻ ഉണ്ടാകാത്ത രീതിയിൽ ചെയ്ത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ നോക്കൂ, ഒരു വ്യക്തിയോട് ഇയാൾ പറയുകയാണ്, എനിക്ക് നിങ്ങളിൽ കുഞ്ഞു വേണം, എന്റെ കുഞ്ഞിനെ നിങ്ങൾ ഗർഭം ധരിക്കണം, എനിക്ക് നിങ്ങളെ അമ്മയാക്കണം,
എന്നിട്ട് അദ്ദേഹം അത് ചെയ്യുകയാണ്. ഒരു MLA ആണ്. നോക്കൂ, അദ്ദേഹത്തിന് ഒളിക്കാനും മറയ്ക്കാനും അദ്ദേഹത്തിന്റെ ഭാവിയും നോക്കേണ്ടതായിട്ടുണ്ട്. നോർമൽ രീതിയിലാണെങ്കിൽ അതിന്റെ പ്രിക്കോഷൻസ് ഉണ്ട് നാട്ടിൽ. ഇതൊന്നും എടുക്കാതെ അദ്ദേഹം ഒരു സ്ത്രീയോട് ലൈംഗിക ബന്ധം പുലർത്തുന്നു. അപ്പൊ സ്വാഭാവികമായും എന്തിനാ അത് ചെയ്യുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ആ അദ്ദേഹം ഇരയാക്കപ്പെടാൻ പോകുന്ന അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്ന വ്യക്തിയിൽ നിന്നും കൂടുതൽ അദ്ദേഹത്തോടുള്ള സ്നേഹം കരുതാൻ വേണ്ടി ആയിരിക്കുന്ന. പക്ഷെ ഞാൻ അങ്ങനെയല്ല അതിനെ കാണുന്നത്. ഇതൊരു ഒരു ഒരു അപകർഷത അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തോ അദ്ദേഹത്തിന്റെ കുഞ്ഞുകാലത്തോ. ഇപ്പൊ നമ്മൾ പല സിനിമകൾ കണ്ടിട്ടില്ലേ, ക്രൈം സീരിയസ് ഒഫൻസുകൾ കണ്ടിട്ടില്ല, ഹാബിച്വൽ ഒഫൻസിന്റെ സിനിമകൾ കണ്ടിട്ടില്ല, സൈക്കോ പാത്തുകൾ കണ്ടിട്ടില്ല. എന്താണ് അവരുടെ കുട്ടിക്കാലത്ത് അവരുടെ ലൈഫിൽ ഏൽക്കുന്ന ഏതോ വലിയ മുറിവ് അല്ലെ എന്തോ വലിയ അപകർഷതാബോധത്തിൽ സ്ത്രീകളോടുണ്ടാവുന്ന ഒരു പക. ആ പകയിൽ നിന്ന് എത്രയോ സ്ത്രീകളെ നമുക്കറിയാം. നമ്മൾ ഈയിടെ കണ്ട കളങ്കാവൽ സിനിമ പോലും എത്രയോ സ്ത്രീകളെ പ്രേമിച്ച് കൊണ്ടുവന്ന് റൂമിൽ കൊണ്ടുവന്ന് കൊന്നുകളയുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നില്ല. ഞാൻ ഈയിടയ്ക്ക് വായിച്ചൊരു കഥയുണ്ട്. ഒരു യൂറോപ്യൻ രാജ്യത്ത് ഒരു മനുഷ്യൻ മുച്ചുണ്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് കുട്ടിക്കാലത്ത് അദ്ദേഹത്തെ നിരാകരിച്ച സ്ത്രീകളെ അദ്ദേഹം വളർന്ന ഒരു ബേക്കറി ഇടുകയും ബേക്കറിയിൽ നിന്ന് അദ്ദേഹം പണം സമ്പാദിച്ച് അദ്ദേഹം സ്വന്തമായി ഒരു ഹെലികോപ്റ്റർ സമ്പാദിക്കുകയും അദ്ദേഹം നാട്ടിൽ പകൽ സമയം നന്നായി ജോലി ചെയ്യുകയും രാത്രി കാലങ്ങളിൽ 30-ലധികം സ്ത്രീകളെ തട്ടിക്കൊണ്ടുവന്ന് ഹെലികോപ്റ്ററിൽ വനാന്തരത്തിൽ ഉപേക്ഷിക്കുകയും അവിടെ വെച്ച് ബലാത്സംഗം ചെയ്യും. ബലാത്സംഗം ചെയ്തതിന് ശേഷം അവരെ കെട്ടഴിച്ച് വിടുകയും കെട്ടഴിച്ച് വിട്ട് അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരെ പുറകെ പോയി വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ പറ്റി കിടക്കുകയും അത് സിനിമയായിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ്? അപ്പൊ ഞാൻ ഇവിടെ മനസ്സിലാക്കുന്നത് ഇതൊരു അപകർഷതാബോധത്തിൽ ഇദ്ദേഹത്തിന്റെ കുട്ടിക്കാലം അദ്ദേഹത്തിന് ഏറ്റ ഏതോ വലിയ മാനസിക പ്രശ്നത്തിന്റെ റിവെഞ്ചും സൈക്കോയുമാണ് ഇദ്ദേഹം. അതാണ് ആ പ്രശ്നത്തെ ഇവിടെ അഡ്രസ് ചെയ്യുന്നുണ്ടോ? ആ പ്രശ്നം പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അതിന്റെ അപ്പുറത്തേക്ക് ഇതിനെ ഒരു രാഷ്ട്രീയമായിട്ടല്ലേ കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഈ പറയുന്ന സൈക്കോ ക്യാരക്ടറുള്ള മനുഷ്യന് ഞാനൊന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ. താങ്കൾ പറഞ്ഞതുപോലെ ഒരു സൈക്കോ ആണ്, അത് നമുക്ക് മനസ്സിലായ കാര്യമാണ്. പക്ഷേ അതുവഴി എത്ര പെൺകുട്ടികളുടെ ജീവിതമാണ് പോയതെന്നും കൂടെ ശ്രദ്ധിക്കണമല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയുള്ള സൈക്കോളജി പഠിക്കുന്നുണ്ടോ? ഇവിടെ ശാസ്ത്രീയ പഠനമുണ്ടോ? ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടുകൾ വരണ്ടേ? മനുഷ്യന്റെ മനസ്സിനെ പഠിക്കണ്ടേ? ഇങ്ങനൊരു സൈക്കോ ഇനി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാതിരിക്കാനുള്ള എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ടോ? ഞാൻ ആ വിഷയമായി ചൂണ്ടിക്കാണാൻ ആഗ്രഹിച്ചത്. ഇതൊരു സാധാരണ എക്സ്ട്രാ മാരിറ്റൽ അഫയറിന്റെ പുറത്ത് വന്നൊരു കേസൊന്നുമല്ല. ഇതെന്ന് പറയുന്ന അങ്ങേയറ്റം എല്ലാ സ്ത്രീകളോടും അദ്ദേഹം ഒരേ രീതിയിൽ എടുക്കും. നമുക്ക് അത്ഭുതമാണ്. എന്നുള്ളതല്ല ഇതിൽ വരുന്നത്. അത് കല്യാണം കഴിഞ്ഞ സ്ത്രീകളാണ് എന്നുള്ളതൊക്കെ അതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ ഇത് പീഡിപ്പിച്ച് ഗർഭിണിയാക്കി അതിനെ അബോർഷൻ നടത്തുക എന്നുള്ള കാര്യത്തിലേക്ക് കൂടി പോവുകയാണ്. അത് ഒന്നും രണ്ടും ഒന്നും അല്ല. നിലവിൽ ഇപ്പോൾ 3 പേരെ നമുക്ക് അറിയുള്ളൂ എങ്കിലും ഇനിയും കൂടുതൽ പരാതികൾ വരാനുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അങ്ങനെയാകുമ്പോൾ താങ്കൾ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഒരു അസുഖമുണ്ട് എങ്കിൽ അത് ചികിത്സിക്കുക തന്നെ വേണം. പക്ഷേ അപ്പോഴും ഈ പെൺകുട്ടികൾ അനുഭവിച്ച അവരുടെ ഒരു ജീവിതം നശിച്ച അവരുടെ ജീവിതത്തിൽ പകരമാവില്ലല്ലോ ഇതൊന്നും. ഞാനത് പകരമാവില്ലെന്നോ, ഞാൻ പെൺകുട്ടികളുടെ പ്രശ്നത്തേക്കല്ലല്ലോ ഞാനിവിടെ സൂചിപ്പിച്ചു. ഞാൻ ആ വിഷയം പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഇതിനെ ഒരു നിയമപ്രശ്നത്തിന്റെ അപ്പുറത്തേക്ക് ഇതിനകത്തൊരു പഠനത്തിന്റെ സാധ്യത കൂടിയുണ്ട്. ഇത്തരത്തിലുള്ള മനുഷ്യരെ പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോഴാണ് ലോകത്ത് മനഃശാസ്ത്രത്തിന്റെ പുതിയ തലങ്ങളുടെ പുസ്തകങ്ങളും പഠനങ്ങളും ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ അത്തരം പഠനങ്ങളില്ല എന്ന് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് പോലും പോലീസുകാരാണ്. പക്ഷേ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്ത പോലീസുകാർ മാത്രമല്ല, ക്രിമിനോളജിസ്റ്റിനെയും സൈക്കോളജിസ്റ്റിനെയും ഒക്കെ ഒപ്പം ഇരുത്തി ഇദ്ദേഹത്തെ പറ്റി പഠിച്ച് ഈ മാനസികാവസ്ഥയുള്ള ആളുകളെ പഠിക്കാൻ കഴിയുന്ന ഒരു പുതിയ പഠനശാസ്ത്രം കൂടി കൊണ്ടുവരണം എന്ന് ഈ സമയത്ത് നമ്മൾ സൈനൈഡ് ജോളിയുടെ വർക്കേസ് കണ്ടതല്ലേ? സ്വന്തം കുടുംബത്തിലെ 17 പേരുടെ നാവിൻ തുമ്പിലേക്ക് പല സമയത്ത് സൈനൈഡ് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും? മാഡത്തിന് ചിന്തിക്കാൻ പറ്റും? പറ്റില്ല. അപ്പൊ അത് അത്തരത്തിൽ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതിനെയൊക്കെ കെട്ടിച്ചമയ്ക്കുന്ന ചോദിക്കട്ടെ, താങ്കൾ പറഞ്ഞത് കൃത്യമായ കാര്യം തന്നെയാണ്. അത് ശരിയാണ്. അത് അങ്ങനെ കൂടി സമൂഹം മാറേണ്ടതാണ്. ഇനി അങ്ങനെ ഒരു അവസരമുണ്ടോ? അങ്ങനെ ഇപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, ഒരു ജാമ്യം ലഭിക്കുകയാണെങ്കിൽ പോലും പിന്നീട് ഒരു ചികിത്സാ രീതി അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കൂടുതൽ ആളുകളെ കൂടുതൽ വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാനസിക പ്രശ്നങ്ങൾ മാറ്റാനുള്ള തലത്തിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ടോ? നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ നിലനിൽക്കുന്നുണ്ടോ? ഒരിക്കലും അദ്ദേഹത്തെ ചെയ്യാം. ഇപ്പൊ ഗവൺമെന്റിന് പുതിയൊരു നിങ്ങൾ മാധ്യമങ്ങൾ ആ വിഷയത്തിൽ ഉയർത്തിക്കൊണ്ടുവരും. ഈ വിഷയത്തിൽ അത്തരമൊരു പഠനം ഇപ്പോൾ നടക്കും. അദ്ദേഹം കസ്റ്റഡിയിലാണ്. കസ്റ്റഡിയിൽ നിന്ന് അദ്ദേഹം ജാമ്യം തുടങ്ങിയാൽ അദ്ദേഹത്തോട് ആരെങ്കിലും ആവശ്യപ്പെടാൻ പറ്റും നിർബന്ധമായും സൈക്കോളജിസ്റ്റിനെ വന്ന് കാണുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ചോയ്സ് ആണ്. ഇനി അത് കഴിയില്ല. പക്ഷെ ക്രൈമിനെ പറ്റി പഠിക്കുമ്പോൾ, ഞങ്ങൾ ക്രിമിനോളജി പഠിക്കുമ്പോൾ ലോകത്തുള്ള ക്രൈം രീതികളെ പറ്റി പഠിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും പഠിക്കുന്ന പുസ്തകങ്ങൾ വിദേശ പുസ്തകങ്ങളാണ്. വിദേശ പുസ്തകങ്ങളുടെ പഠനങ്ങളാണ്. നമ്മുടെ നാട്ടിൽ അത്തരം പഠനങ്ങൾ നടക്കുന്നില്ല. ഞാനിതിനെ അത്ഭുതത്തോടെ കാണും. അങ്ങ് പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു, പെൺകുട്ടികളുടെ ജീവിതം. പക്ഷെ ഞാനിതിനെ അത്ഭുതത്തോടെ കാണുന്നത് ഒരു മനുഷ്യന് പ്രത്യേകിച്ച് ഒരു പൊസിഷൻ, അദ്ദേഹം കീപ്പ് ചെയ്യുന്ന പൊസിഷൻ എന്താണ്? ആ പൊസിഷൻ അദ്ദേഹം വലിയ ഫ്യൂച്ചർ ഉണ്ടെന്ന് അദ്ദേഹത്തെ ഒരു സമൂഹം മുഴുവൻ പറയുകയാണ്, അല്ലെ? മാധ്യമങ്ങൾ പറയുന്നു. അപ്പൊ അതിനെ അദ്ദേഹം സറണ്ടർ ചെയ്യുകയാണ്. ആ സറണ്ടർ ചെയ്യുന്ന പൊസിഷനാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ഉള്ളിലെ
വൈകൃത ഇതൊരു രോഗമാണ്. ഇതൊരു പഠിക്കുന്ന സാഹചര്യം കൂടെ വരണം. അത്തരത്തിലൊരു മീഡിയ വർത്തമാനം വരാത്തതിനെ ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ മെറിറ്റോറിയസ് ആയിട്ട് ഈ കാര്യം ഞാൻ പറയാം. ഇതിൽ റേപ്പ് എന്ന് പറയുന്നത്, ഇപ്പൊ റേപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ എഴുതി ഉണ്ടാക്കിയതല്ല. റേപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ നിയമമാണ്. അവരാണ് എഴുതി ഉണ്ടാക്കി. അതിന് പിന്നീട് ഒരുപാട് കാലങ്ങളിൽ അമെന്റ്മെന്റുകൾ വന്നു. ഇപ്പൊ BNS എന്ന് പറയുന്ന പുതിയ രീതിയിൽ നമ്മുടെ നാട്ടിൽ ചെറിയ അമെന്റ്മെന്റുകൾ വന്ന് റേപ്പ് എന്ന് പറയുന്നതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ് റേപ്പ്? പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ ഈ കേസിൽ ഒരുപക്ഷെ അദ്ദേഹം ചിരിക്കുന്നതും അദ്ദേഹം കൂളാകുന്നതിന്റെയും കാരണം ഈ മോറലി ഇപ്പൊ പെൺകുട്ടികളുടെ ലൈഫ് തകർന്നു എന്നുള്ളത് സത്യവും യാഥാർത്ഥ്യവും ഇല്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. പക്ഷേ നിയമത്തിന്റെ മുമ്പിൽ അത്തരം ഇമോഷൻസിന് വിലയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇമോഷൻസിന് വില കൊടുക്കാനും കഴിയില്ല. കാരണം ഇമോഷൻസിന് വില കൊടുത്ത് ശിക്ഷിക്കാൻ നടന്നു കഴിഞ്ഞാൽ കേരളത്തിലെയും നമ്മുടെ രാജ്യത്തെ എത്രയും നിരപരാധികളെ ശിക്ഷിക്കേണ്ടി. ഇമോഷൻസ് പ്രകടിപ്പിച്ചാൽ പോലെ ആ ഇമോഷൻസ് അപ്പുറത്തേക്ക് ഒരു റേപ്പിന്റെ ഒഫൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷെ ഇവിടെ അദ്ദേഹം എടുക്കാൻ പോകുന്ന ഡിഫൻസ് പോലും ആ ഇൻഗ്രീഡിയൻസ് ഇല്ല എന്നുള്ളത്. പക്ഷെ ഒരു ലോയർ നില ഞാൻ കാണുന്നത് അങ്ങനെ ഇപ്പൊ ഞാനൊരു ക്രിമിനൽ കേസ് കോടതിയിൽ വാദിക്കുന്ന ആളാണ്. എന്റെ മുമ്പിൽ ഇത്ര ക്രൈം വന്നാൽ എനിക്ക് കൃത്യമായിട്ട് അതിനകത്ത് ഡിഫെൻഡ് ചെയ്യാനുള്ള സ്പേസ് ഈ കേസിനകത്തുണ്ട്. കാരണം ഈ പറയുന്നത് പോലെ അവരുടെ സംഭാഷണങ്ങൾ ഇതൊരു ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ബന്ധമാണ് സത്യം. കാരണം ആ പെൺകുട്ടി തിരുവല്ലയിലേക്കാണല്ലോ വരുന്നത്. ആ പെൺകുട്ടിയും വന്ന് ഇവിടെയാണ് റൂം എടുക്കുന്നത്. അപ്പൊ റേപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഗോവിന്ദചാമിയുടെ കേസ് കണ്ടു. അതുപോലെ തന്നെ ഹൈദരാബാദിൽ ഒരു പെൺകുട്ടിയെ ഒരു IT പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് അതിനെ കൊന്നുകളയുന്നത് കണ്ടു. അവരെ എൻകൗണ്ടർ ചെയ്ത് നമ്മൾ വാർത്ത കണ്ടു. അപ്പൊ അതൊക്കെയാണ് റേപ്പിന്റെ പരിധിയിലേക്ക് വരുന്ന കേസുകൾ. പക്ഷെ ഇതൊന്നും റേപ്പിന്റെ പരിധിയിൽ എത്തപ്പെടുമോ എന്നുള്ളത് വലിയ പ്രതിസന്ധിയുണ്ട്. നിയമത്തിന്റെ മുമ്പിൽ, സമൂഹത്തിന്റെ മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിൽ ധാർമ്മികമായി അദ്ദേഹം കുറ്റക്കാരനാണെന്നുള്ളത് യാതൊരു സംശയവുമില്ല. പക്ഷെ നിയമത്തിന് മുമ്പിൽ ധാർമ്മികതയ്ക്കപ്പുറത്തേക്ക് തെളിവുകളും ആ നിയമം എഴുതി വെച്ചിരിക്കുന്ന രീതിയിലേക്കുള്ള ഒഫൻസുകളും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രമേ നിയമത്തിന് മുമ്പിൽ അദ്ദേഹത്തിന് ശിക്ഷ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹത്തിന് ഇത്ര ആത്മവിശ്വാസമുള്ളത്. കാരണം പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഈ നമ്മള് ഇത്തരം കേസുകൾ വെറുതെ വിടുമ്പോൾ നമ്മൾ പറയാറുണ്ട് സത്യം ജയിച്ചു. ഒരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കും, നിയമത്തിന്റെ മുമ്പിൽ സത്യം ജയിക്കുന്നില്ല. നിയമത്തിന് മുമ്പിൽ സത്യം ജയിക്കാൻ കഴിയില്ല. കാരണം സത്യം എന്ന് പറയുന്നത് മറ്റെവിടെയോ നടക്കുന്ന ഒരു സംഗതിയാണ്. ദൂരെ എവിടെയോ നടക്കുന്ന ഒരു സംഗതി വർഷങ്ങൾക്ക് ശേഷം അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് കോടതിയിലേക്ക് എത്തുക. അവിടെ കണ്ട കാര്യങ്ങൾ, കേട്ട കാര്യങ്ങൾ, അനുഭവിച്ച കാര്യങ്ങൾ ഒരാൾ വന്ന് പറയുകയാണ്. ഒരു കോടതിയുടെ ജഡ്ജിയുടെ മൈൻഡിലെ അദ്ദേഹത്തിന്റെ ഫാക്ട് ഫൈൻഡിങ് ആണ് ആ കേസിന്റെ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. അദ്ദേഹം അതിന്റെ ഫാക്ട് അവിടെ നടന്ന കാര്യങ്ങളെ ഫൈൻഡ് ചെയ്തെടുക്കുന്നതാണ്. അതിൽ വീഴ്ച സംഭവിക്കാം, അതിൽ മറ്റൊരു സാഹചര്യം ഉണ്ടാകാം. അതിനാണ് മേൽക്കോടതികളുള്ളത്. ഒരു ജഡ്ജി പരാജയപ്പെടുമ്പോൾ അതിൽ വിക്ടിം ആവുന്നവർക്ക് മേൽക്കോടതി പോകാം. അപ്പൊ അവിടെ ഒരിക്കലും സത്യം എന്ന് പറയുന്നത് ജയിക്കത്തില്ല. സത്യം ജയിക്കണമെങ്കിൽ അത് ആ സംഭവ സ്ഥലത്ത് എന്നാണ് സംഭവിച്ചത് അവിടെ വെച്ചേ സത്യം കാണുള്ളൂ. ഇവിടെ നടക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിചാരണയാണ്. അപ്പൊ സത്യം ജയിച്ച് ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടനെ വെറുതെ വിട്ടാൽ സത്യം ജയിച്ചെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. തെളിവില്ലാത്തത് മൂലം, അല്ലെങ്കിൽ തെളിവ് എന്ന് പറയുന്നത് റേപ്പ് എന്ന് പറയുന്ന ഒഫൻസിലേക്ക് എത്തത്ത രീതിയിലുള്ള തെളിവുകളില്ലാത്തത് മൂലം പ്രതിയെ വെറുതെ വിടുന്നു എന്നാണ് ആ ജഡ്ജ്മെന്റിൽ എഴുതത്തുള്ളൂ. എല്ലാ ക്രിമിനൽ കേസിന്റെ ജഡ്ജ്മെന്റിലും അവസാനം എഴുതുന്ന വാചകം ഇങ്ങനെയാണ്: പ്രോസിക്യൂഷൻ ഫെയിൽഡ് ടു പ്രൂവ് ദ കേസ് ബിയോണ്ട് റീസണബിൾ ഡൗട്ട് എന്നാണ് പറയുന്നത്. അതായത് പ്രോസിക്യൂഷൻ സംശയാതീതമായി ഈ കേസ് തെളിയിക്കാത്തത് കൊണ്ട് പ്രതിയെ വെറുതെ വിടുന്നു എന്നാണ് എല്ലാ ക്രിമിനൽ കേസിന്റെ ജഡ്ജ്മെന്റും എഴുതുക. അല്ല, ഒരു ക്രിമിനൽ കേസിന്റെ ജഡ്ജ്മെന്റിലും ഒരു ജഡ്ജിയും അവസാനം എഴുതി വെക്കില്ല ഈ പ്രതി വിശുദ്ധനാണ്, സത്യം ഞാൻ കണ്ടുപിടിച്ചു, ഇതല്ല യഥാർത്ഥ ഫാക്ട് എന്ന് ജഡ്ജ് എഴുതാറില്ല. ജഡ്ജ് എഴുതുന്നത് ഈ കേസിൽ പ്രതിക്കെതിരെ ആരോപണം തെളിയിക്കേണ്ട ഇരയെ സഹായിക്കേണ്ട പോലീസിനെ സഹായിക്കേണ്ട പ്രോസിക്യൂഷൻ സംവിധാനവും ഈ ഒഫൻസ് തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടത് കൊണ്ട് ഞാൻ പ്രതിയെ വെറുതെ വിടുന്നു എന്നാണ്. അപ്പൊ ഇവിടെ ഒരിക്കലും സത്യം രാഹുൽ മാങ്കൂട്ടം നാളെ വന്ന് പറയാൻ സത്യം ജയിച്ചു എന്ന് പറയാൻ കഴിയില്ല. അദ്ദേഹം പറയേണ്ടത് ഇങ്ങനെയാണ്: ഈ കേസ് തെളിയിക്കാൻ ഈ വിക്ടിമിനോ പോലീസിനോ കഴിയാത്തത് മൂലം ഞാൻ വെറുതെ വിട്ടു എന്ന് പറയുന്നതായിരിക്കും ശരി. അതുകൊണ്ട് നിയമപരമായി ഇത് റേപ്പ് എന്ന് പറയുന്നത് നിലനിൽക്കുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് വിചാരണ ഘട്ടത്തിൽ കാണേണ്ടതാണ്. സമയക്കുറവ് മൂലം ഞാൻ ഇടപെടുകയാണ്. താങ്കൾ പറഞ്ഞ വളരെ കൃത്യമായ പോയിന്റുകൾ തന്നെയാണ്. അത് ചർച്ച ചെയ്യപ്പെടാത്ത, സമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കോടതിയിലേക്ക് വരുമ്പോൾ എന്താണ് ഈ കോടതിയുടെ തീരുമാനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റന്നാൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജി പരിഗണിക്കാനിരിക്കുകയാണ്. കൂടുതൽ വ്യക്തത, കൂടുതൽ തെളിവുകളെല്ലാം SIT അതിനുള്ളിൽ ശേഖരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.